അപ്പോൾ നമുക്കിത് നോമ്പ് തുറക്കുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് കായ്പോളാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് പാൻ ചൂടായപ്പോൾ അതിലേക്ക് ബട്ടർ ഒന്ന് ഇതായപ്പോൾ നമ്മൾ അതിലേക്ക് പഴവും പഞ്ചസാര ഇട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാമേ. പിന്നെ 3 മുട്ടയും ഏലക്കയും കുറച്ച് പഞ്ചസാരയും കുറച്ച് പാലും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് പഴവും ഈ പാലും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു പാൻ വെച്ച് നമ്മൾ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മിക്സ് അതിലേക്ക് ഒഴിച്ച് വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇത്രയും ബിൽഡപ്പ് ഒന്നും നോക്കണ്ട. ഞാൻ റെഡി ആയിട്ട് കമത്തി തട്ടിയപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോൾ പാപ്പ കുറച്ച് സ്നാക്സും തണ്ണിമത്തനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് മുമ്പ് ഫുഡ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് കറിയും ചക്ക പുഴുങ്ങിയതും പൂരിയും ഒക്കെ ഒരു സൈഡിൽ റെഡി ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാലോ. സർബത്ത് ഉണ്ട്, പള്ളിയിലെ കഞ്ഞിയുണ്ട്, സ്നാക്സ് ഉണ്ട്, കായ്പോളം ഉണ്ട്, കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ.